തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക. ഇനി ഇത് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ്, ബഹ്റിൻ നിന്നൊക്കെയുള്ള നമ്പറുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സരിൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നാട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സെഷൻ ഉണ്ട് 24-ാം തീയതി കോഴിക്കോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പൊ 3 പേരല്ലേ മുന്നോട്ട് വന്നത്. നമസ്കാരം. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സഖാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ അനധികൃതമായി കള്ളക്കേസുണ്ടാക്കി അകത്തിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 സ്ത്രീപീഡന കേസുകളിൽ കോടതിയിൽ നിന്നും 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതും ആരോരും അറിയാതെ, അതായത് രാഹുലിന്റെ അഭിഭാഷകനെയോ രാഹുലിന്റെ കൂട്ടാളിയെയോ ഡ്രൈവറെയോ പോലും അറിയിക്കാത്ത രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA താമസിക്കുന്ന മുറിയിൽ നിന്നും അർദ്ധരാത്രിയോടുകൂടി പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിൽ ഹാജരാക്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല പോസ്റ്റുകളും പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ പിണറായി വിജയൻ, മിസ്റ്റർ പിണറായി വിജയൻ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തും എന്നുള്ള മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ അവസാന പ്രതിഫലനമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഈ 3ാമത്തെ പീഡന കേസ് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന 3ാമത്തെ സ്ത്രീപീഡന പരാതിയിന്മേലും ആ പരാതി നിയമപരമായി നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കേസിലും ജാമ്യം തേടിക്കഴിഞ്ഞാൽ കൃത്യമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങാവുന്ന തരത്തിലുള്ള ഒരു കേസാണ്. കേസ് നിലനിൽക്കില്ല എന്നാണ് മുൻ DGP സെൻകുമാർ അടക്കമുള്ള നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ചൊരു കേസാണോ ഇത് എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നാണ് പലരും പല കോണുകളിൽ നിന്നും ഇപ്പോൾ അഭിപ്രായങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത്. എന്നാൽ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് മത്സരിച്ച CPM സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ സരിന്റെ ഭാര്യയായ സൗമ്യ സരിൻ ഇപ്പോൾ FB കുറിപ്പിലൂടെ ഒരു കൃത്യമായ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് തങ്ങളാണ് എന്ന രീതിയിലാണ് തനിക്കെതിരെ ഇപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് സൗമ്യ സരിൻ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലും സൗമ്യ സരിൻ ഇത് വ്യക്തമാക്കുകയുണ്ടായി. എനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ ഞാൻ ഒരു കാരണവശാലും കാര്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം സൈബർ ആക്രമണങ്ങൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റൊന്നിനും സമയമുണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടി സൗമ്യ തന്നെയാണ്, അല്ലെങ്കിൽ ആ അതിജീവിത സൗമ്യയാണ് എന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്ന പോസ്റ്ററുകൾക്ക് അല്ലെങ്കിൽ അത്തരം സൈബർ അറ്റാക്കുകൾക്ക് മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് സൗമ്യ വ്യക്തമാക്കിയത്. താൻ ഒരു കാരണവശാലും ആർക്കെതിരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ അപലപിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ അതിക്രമങ്ങളെ അപലപിക്കുന്നതിന്റെ പേരിൽ അപലപിച്ചു എന്നുള്ള, അതായത് സ്ത്രീ പീഡനത്തിനെതിരെ അപലപിച്ചു എന്നതിന്റെ പേരിൽ സൈബർ അറ്റാക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കും എന്നാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച സരിന്റെ ഭാര്യ പറയുന്നത്. സരിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ഡോക്ടർ സരിന്റെ ഭാര്യ സൗമ്യയാണ് ഇത്തരത്തിൽ അതിനിശിതമായ രീതിയിലുള്ള ഒരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾക്കെതിരെയും പറഞ്ഞത്. മറഞ്ഞിരുന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആർക്ക് വേണമെങ്കിലും എന്ത് തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളും നടത്താം. എന്നാൽ അത് ആരാണ് എന്താണ് എന്ന് കണ്ടെത്തേണ്ടതിന്റെ ധാർമ്മികമായ ബാധ്യത എനിക്കുണ്ട്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാനത് തുടരുക തന്നെ ചെയ്യും. സൈബർ വിങ്ങുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യും. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തുമ്പോൾ തീർച്ചയായും അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി അവർ പറയുകയുണ്ടായി. എന്നാൽ ഡോക്ടർ സരിന്റെ ഭാര്യയായ സൗമ്യയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു കേസുണ്ടാക്കി ഇപ്പോഴത്തെ ഈ അറസ്റ്റിന് വഴിവെച്ചത് എന്ന തരത്തിലൊക്കെയുള്ള കിംവദന്തികളും ഇപ്പോൾ പരക്കുന്നുണ്ട്. സൗമ്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുന്നത് ഇനിയും ആർക്കെങ്കിലും മുന്നോട്ട് വന്ന് തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ അതിക്രമങ്ങളെക്കുറിച്ച്, സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം തന്റെ ഈ പ്രതികരണത്തിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് താൻ ഇത്തരം സൈബർ അറ്റാക്കുകൾക്കെതിരെ ഇപ്പോൾ പ്രതികരിക്കുന്നത്, സൈബർ വിങ്ങുമായി മുന്നോട്ട് പോകുന്നത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് എന്നാണ് സൗമ്യ രേഖപ്പെടുത്തിയത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. അടി ഒന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേയുള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂട്ടം കേസുകൾ ഇനി വരാനിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
സൗമ്യയുടെ സംസാരത്തിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എനിക്കിതിൽ കാര്യമായ പരാതികളൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുവാനുള്ള ധൈര്യം അവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നാലാമതൊരാൾക്ക് കൂടി അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വേണം എന്ന തരത്തിൽ തന്നെയാണ് സൗമ്യ സംസാരിച്ചത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും നിരവധി പരാതികൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അഥവാ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സ്ത്രീ പീഡന കേസിൽ, മൂന്നാം സ്ത്രീ പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ ഇനി മറ്റ് സ്ത്രീ പീഡന കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നടക്കുവാനോ പാടില്ലാത്ത വിധത്തിലുള്ള കേസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ സ്ത്രീ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃഷ്ണൻ പോലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. ഇനിയും ഈ വിഷയത്തിൽ ആരൊക്കെയാണ് പുതിയ പരാതികളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്തുക, ഡോക്ടർ സരിന്റെ ഭാര്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും, സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക. ഇനി ഇത് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ്, ബഹറിൻ നിന്നൊക്കെയുള്ള നമ്പറുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സരിൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നാട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സെഷൻ ഉണ്ട് 24-ാം തീയതി കോഴിക്കോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പോൾ 3 പേരല്ലേ മുന്നോട്ട് വന്നത്.